ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും വിവിധ പഞ്ചായത്തുകളിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ജീവനക്കാർക്ക് യാത്രായപ്പ് നൽകി. കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്തു വന്നിരുന്നവരാണ് മറ്റു ഗ്രാമപഞ്ചായത്തുകളിലേക്ക് സ്ഥലം മാറിപ്പോകുന്നത്. കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ സെക്രട്ടറി MS രോഹിണി, HMC കവിത, അക്കൌണ്ട് സ്മിത, പ്ലാൻ ക്ലർക്ക് മോനിഷ എന്നിവർക്കുള്ള യാത്രായപ്പ് സമ്മേളനമാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്ന യാത്രായപ്പ് സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, വിവിധ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്തിലെ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത യാത്രായപ്പ് ആശംസകൾ നേർന്നു. നമുക്ക് ക്ലിയറായി പറഞ്ഞുതരും. പക്ഷേ ഫയലിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുമ്പോൾ പറയും ഇത് ശരിക്കും അവർക്ക് മനസ്സിലാവില്ല. നേരിട്ട് നമ്മളോട് വന്ന് പറയണം അവരിങ്ങനെ ചിറ്റിക്കുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവാറുണ്ട്. നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ക്ലിയറായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് ശരിയാവും ചെയ്യാറുണ്ട്. എന്തായാലും ചെറിയ ചെറിയ അസരസങ്ങളൊക്കെ പഞ്ചായത്ത് നമ്മുടെ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാവരും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അങ്ങനെയാണ് പോയിരുന്നത്. മൊമന്റോകൾ നൽകി ആദരിക്കൽ ചടങ്ങും നടന്നു. കാണുന്ന വിവരം വേണമെന്ന വിവരം ഉണ്ടാവുകയും അത് മക്കൾക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അച്ഛൻ ജീവിതത്തിൽ പഠിപ്പിച്ച കുറേ മൂല്യങ്ങളുണ്ട്. അത് മരിക്കുവോളം അതിലൂടെ പോകണം എന്നാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധത ഉണ്ടാവണം എന്നുള്ളതാണ് അച്ഛൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ, ഈ നിമിഷം വരെ ഞാനത് പാലിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും നുണ പറയാൻ ശ്രമിക്കാറില്ല. നിർദോഷമായ ഒരാൾക്ക് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരു ദ്രോഹം ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാറില്ല. പക്ഷേ എനിക്ക് സത്യസന്ധമായി ജോലി ചെയ്യണം എന്നുള്ളത് എൻ്റെ നിർബന്ധമായ ഒരു കാര്യമാണ്. അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവനിലുള്ള എൻ്റെ അച്ഛൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. സെൻട്രൽ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ട് നിൽക്കുക 20 വർഷം സർവീസ് ഉണ്ടായിരുന്നപ്പോൾ വോളണ്ടറി എടുത്തു പോയ ആളാണ് അച്ഛൻ. അത് ഞാൻ CCV ന്യൂസ് കൊണ്ടാടി.